വാർത്തകൾ തുടരുന്നു. ചരിത്രപ്രസിദ്ധമായ നിലമ്പൂർ പാട്ടുത്സവത്തിന് വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ കൊടിയേറി. ഇനിയുള്ള നാളുകൾ നിലമ്പൂരിൽ ആഘോഷത്തിന്റെ രാവുകളാണ്. ഈ മാസം 8-നാണ് പ്രസിദ്ധമായ വലിയകളം പാട്ട്. ഇന്ന് പുലർച്ചെ 3 മണിക്ക് കൊടി ഉയർത്തിയതോടെയാണ് 6 ദിവസം നീണ്ടു നിൽക്കുന്ന പാട്ടുത്സവത്തിന് തുടക്കമായത്. കൊടിയുയർത്തൽ ചടങ്ങിൽ ക്ഷേത്രം ജീവനക്കാർ, കോവിലകം പ്രതിനിധികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒപ്പം തന്നെ പാട്ടുത്സവം ആരംഭിച്ചതു മുതൽ അന്നദാനമുണ്ടായിരിക്കുമെന്ന് അറിയിക്കുന്നതിന്റെ പ്രതീകമായി അന്നക്കൊടിയും ഉയർത്തി. തുടർന്ന് ക്ഷേത്രത്തിൽ ഉഷപൂജ, ഉച്ചപൂജ എന്നിവ നടന്നു. ശേഷം പാട്ടുത്സവത്തിന്റെ നടത്തിപ്പ് ചുമതലയുള്ള കുറുപ്പന്മാരുടെ നേതൃത്വത്തിൽ കൂറയിടൽ ചടങ്ങ് നടത്തി. കോവിലകത്തിലെ മുതിർന്ന അംഗം അനുവാദം നൽകിയതിനു ശേഷമാണ് കൂറയിടുന്നത്. തുടർന്ന് പായസപൂജ, ഉച്ചപ്പാട്ട് എന്നിവ നടന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജയും സന്ധ്യവേല, തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും നടന്നു. 9 മണിയോടെ ഭഗവാന്റെ തിടമ്പ് കരുവാൻകാവിലേക്ക് എഴുന്നള്ളിക്കും. കരുവാൻകാവിൽ മുല്ലയ്ക്കാമ്പാട്ടിന് ശേഷം പാണ്ടിമേളത്തിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളത്ത് നടക്കും. എഴുന്നള്ളത്ത് ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് പഞ്ചാരിമേളം, ഈടും കൂറും, ഇടയ്ക്ക പ്രദക്ഷിണം എന്നിവ നടക്കും. തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ കുളങ്ങര മണ്ഡപത്തിൽ കളപ്രദക്ഷിണം, കളം പൂജ, കളം മായ്ക്കൽ എന്നീ ചടങ്ങുകളോടെ സമാപിക്കും. 6 ദിവസങ്ങളിലും ഇതേ ചടങ്ങുകളാണ് നടക്കുക. 8-ാം തീയതി വലിയ കളമ്പാട്ട് ദിവസം വിശേഷാൽ പൂജകളും പരിപാടികൾക്കും പുറമെ ഉച്ചയ്ക്ക് സർവാണി സദ്യയും നടക്കും. 9-ാം തീയതി കരുവാൻകാവിൽ നടക്കുന്ന പാലും വെള്ളരി ചടങ്ങോടെ പാട്ടുത്സവത്തിന് സമാപനമാകും. പാട്ടുത്സവത്തിന് കൊടിയേറിയതോടെ ക്ഷേത്രത്തിലേക്ക് ഭക്തരുടെ വരവ് കൂടിയിരിക്കുകയാണ്. ഇന്നു മുതൽ ദിവസവും അന്നദാനവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഒരുക്കങ്ങൾ അഗ്രശാലയിൽ തുടങ്ങിക്കഴിഞ്ഞു. വലിയ കളമ്പാട്ട് ഉത്സവത്തിൽ പങ്കെടുക്കുവാനായി ആദിവാസികളും മലയിറങ്ങി എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവർ ഇനിയുള്ള നാളുകളിൽ ക്ഷേത്രത്തിന് പുറത്ത് തമ്പടിക്കും. മുറ്റം വൃത്തിയാക്കൽ ജോലികളിലും മറ്റും ഇവർ പങ്കെടുക്കും. ഇവർക്കുള്ള ഭക്ഷണം എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ നിന്ന് തന്നെ നൽകും. വരും ദിവസങ്ങളിൽ കൂടുതൽ ആദിവാസികൾ മലയിറങ്ങിയെത്തും. ഓൾ കേരള പേരന്റ്സ് അസോസിയേഷൻ ഓഫ് ഹിയറിംഗ് ഇംപയർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 8-ാം ബധിര സംഗമം നടത്തുന്നു. ജനുവരി 8 ഞായറാഴ്ച മലപ്പുറം മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശ്രവണശേഷിയില്ലാത്തതിനാൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും ഒറ്റപ്പെട്ടുപോയ ഒരു വിഭാഗത്തിന്റെ സർവ്വതോന്മുഖമായ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും ബധിരരായ കുട്ടികളുടെ രക്ഷിതാക്കൾ ഒരുമിച്ച് രൂപം നൽകി 1996 മുതൽ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിച്ചുവരുന്ന അക്ബാഹി എന്ന സംഘടനയുടെ മലപ്പുറം ജില്ലാ ഘടകം ബധിരരായ യുവതീ യുവാക്കൾക്ക് ഒരുമിച്ചുള്ള കുടുംബജീവിതം സാധ്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ബധിര സംഗമം. മുൻകാല സംഗമത്തിൽ പങ്കെടുത്ത് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തി വിവാഹം കഴിച്ച വധൂവരന്മാരെയും പുതുതായി സമാനവൈകല്യമുള്ള വ്യക്തികളെ ജീവിത പങ്കാളിയാക്കുന്നതിന് താൽപര്യപ്പെടുന്നവരെയും ഒരേ വേദിയിലെത്തിച്ച് അവർക്ക് അവരുടെ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ പരസ്പരം കണ്ടു സംസാരിക്കാനും താൽപര്യമുള്ളവർക്ക് അനുയോജ്യമായ വിവാഹബന്ധം ഉറപ്പിക്കുവാനും ഇതിലൂടെ അവസരമൊരുക്കുന്നു. പ്രസ്തുത പരിപാടിയിലേക്ക് പൂർണ്ണമായോ ഭാഗികമായോ ബധിരത അനുഭവിക്കുന്നവരായ യുവതീ യുവാക്കൾക്കും വിവാഹബന്ധം വേർപ്പെടുത്തിയവരും പുനർവിവാഹത്തിന് താൽപര്യപ്പെടുന്നതുമായ ബധിരരായ യുവതീ യുവാക്കളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അക്ബാഹി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബധിര സംഗമം വർഷം തോറും നടത്തുന്നുണ്ട്. ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടത്തുന്നത്. മലപ്പുറം ജില്ലയ്ക്ക് അകത്തും പുറത്തു നിന്നുമുള്ള മലപ്പുറം ജില്ലയിലേക്ക് അകത്തും പുറത്തു നിന്നുള്ള ധാരാളം രക്ഷിതാക്കളും കുട്ടികളും പങ്കെടുക്കുന്ന പരിപാടിയാണിത്. പിന്നെ ഈ പരിപാടിയോട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മുതിർന്ന ഈ കേൾവിത്തകരാറുള്ള കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളെയും പരസ്പരം ബന്ധപ്പെടുത്തി വിവാഹത്തിന് വേദിയൊരുക്കുക എന്നുള്ളതാണ്. എല്ലാ വർഷവും ഈ പരിപാടികൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം 10-30ഓളം കുട്ടികൾ ഇത്തരം പരിപാടിയിലൂടെ വിവാഹിതരായിട്ടുണ്ട്. പരിപാടിയിൽ ജില്ലയിൽ നിന്നും ഇതര ജില്ലകളിൽ നിന്നും ബധിരരായ യുവതീ യുവാക്കൾ പങ്കെടുക്കുകയും വൈവാഹിക ജീവിതത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവർക്കിടയിൽ ബോധവൽക്കരണം നടത്തുകയും അവർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനും വേണ്ടി വേദിയൊരുക്കുകയും ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഇടവഴിക്കൽ അബ്ബാസ്, കെ മുഹമ്മദ് മാസ്റ്റർ, എം ലത്തീഫ് എന്നിവർ പങ്കെടുത്തു. നഗരസഭയും വ്യാപാരികളും ചേർന്ന് സംഘടിപ്പിക്കുന്ന പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കില്ലെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ പറഞ്ഞു. പാട്ടുത്സവത്തിന്റെ പേരിൽ അഴിമതിയും ധൂർത്തുമാണ് നടക്കുന്നതെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണമെന്നും പ്രതിപക്ഷ നേതാവ് ജോർജ് കെ ആന്റണി പറഞ്ഞു. നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഇതിന് പ്രോത്സാഹനം നൽകുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പക്ഷേ അതിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിക്ക് പുറത്തേക്ക് കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി തങ്ങൾക്ക് വിധത്തിൽ വെളിപ്പെടുത്തുന്നതിന് ആ കമ്മിറ്റിക്ക് ചുമതലയുണ്ട്. എവിടെയും അത് പരിശോധനയ്ക്ക് വിധേയമല്ല. അത്തരത്തിലുള്ള സംവിധാനമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അത് നിലമ്പൂർ നഗരസഭയ്ക്ക് യഥാർത്ഥത്തിൽ ഇത്തരമൊരു കാർണിവൽ ഇതിനോടനുബന്ധിച്ച ഒരു കാർണിവൽ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട വരുമാനം ലഭിക്കില്ല. ഇങ്ങനെയൊക്കെ നിരവധി പ്രശ്നങ്ങൾ അതിനകത്ത് നിൽക്കുകയാണ്.
അപ്പോൾ സാമ്പത്തിക ക്രമക്കേടടക്കം ഉണ്ടാകാനിടയുള്ള ഒരു സംരംഭത്തിനെ ഓൺ ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. അതാണ് ഞങ്ങളുടെ വിയോജിപ്പ്. അതല്ലാതെ ഇവിടെ പാട്ടുത്സവം ആഘോഷിക്കുന്നതും ഏതെങ്കിലും കലാകാരന്മാരുടെ പരിപാടികൾ അവതരിപ്പിക്കുന്നതിനോടും ജനങ്ങൾക്ക് താല്പര്യമുള്ള സംഗതിയല്ലേ. അതിനോട് ഞങ്ങൾ വിയോജിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ നടത്തിപ്പിൽ യഥാർത്ഥത്തിൽ നിലമ്പൂർ നഗരസഭ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള രീതികളും നടപടികളുമാണ് അതിനകത്തുള്ളത്. കരുളായി തിരുമുണ്ടിയിൽ ബോർഡുകളും കൊടിയും നശിപ്പിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം. മുസ്ലിം ലീഗ്, SKSSF എന്നീ സംഘടനകളുടെ പരസ്യ ബോർഡുകളാണ് നശിപ്പിച്ചത്. കരുളായി പഞ്ചായത്തിലെ 8ാം വാർഡിൽ ഉൾപ്പെടുന്ന തിരുമുണ്ടിയിൽ പള്ളിക്കുന്നിൽ സ്ഥാപിച്ചിരുന്ന സമസ്ത വാർഷികത്തിന്റെയും SKSSFന്റെയും ബോർഡും മുസ്ലിം ലീഗിന്റെ കൊടിയും കത്തിച്ച് നശിപ്പിച്ചു. നാട്ടിലെ ഐക്യം തകർക്കുവാനുള്ള ഗൂഢലക്ഷ്യമാണിതെന്ന് SYS, ജമിയത്തുൽ മുഅല്ലിമീൻ എന്നിവർ പ്രതിഷേധിച്ചു. പള്ളിക്കുന്നിൽ ഐക്യത്തോടുകൂടി പോകുന്ന ഈ സ്ഥലത്ത് ഇവിടുത്തെ സമാധാനാന്തരീക്ഷം തകർക്കുവാൻ ഒരു വിഭാഗം ചെയ്ത ഈ പ്രവൃത്തി വളരെ മോശമായി പോയി. സമസ്ത കേരള ജമിയത്തുലമയും അതിന്റെ പ്രവർത്തകരും സമാധാനകാംക്ഷികളാണ്. എവിടെയും പ്രശ്നമുണ്ടാക്കുവാനോ പ്രശ്നങ്ങളിലൂടെ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്നല്ലാതെ എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സമസ്തയുടെ പ്രവർത്തകർ പോകാറില്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള നീചമായ ഈ പ്രവർത്തനത്തെ ശക്തമായ സുന്നി യുവജന സംഘവും കേരള റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീനും ശക്തമായി പ്രതിഷേധിക്കുകയാണ്. KC കുഞ്ഞാലി മുസ്ലിയാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KP മുജീബ് മുസ്ലിയാർ, KT അബ്ബാസ് അഷ്റഫി, ഉമർ ദാരിമി പിലാക്കൽ, ജബ്ബാർ മുസ്ലിയാർ, PG റസാഖ് എന്നിവർ പ്രസംഗിച്ചു. നിലമ്പൂർ പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നിലമ്പൂർ ബാലൻ നാടകോത്സവം 4ാം ദിവസം പിന്നിട്ടു. ഇന്ന് കോഴിക്കോട് സാഗർ കമ്മ്യൂണിക്കേഷൻസിന്റെ പാവം മനുഷ്യൻ എന്ന നാടകം അരങ്ങേറി. നിലമ്പൂർ ഗവൺമെന്റ് UP സ്കൂൾ ഗ്രൌണ്ടിലാണ് നാടകോത്സവം നടക്കുന്നത്. നാടകം ആസ്വദിക്കുവാൻ നിരവധി പേരാണ് ദിവസവും എത്തുന്നത്. സമാപന ദിവസമായ നാളെ തിരുവനന്തപുരം അക്ഷരകലയുടെ മതിലേരി കന്നി എന്ന നാടകം അരങ്ങേറും. 7ാം തീയതി ക്ഷേത്രകലയും 8ാം തീയതി സംഗീതശിലയും അരങ്ങേറും. ശേഷമുള്ള 7 ദിവസങ്ങളിലായി ഗ്രീനാട് ഗ്രൌണ്ടിൽ വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറും. ഒരു ഇടവേള കൂടി.